പോകുന്നത് ചെന്നൈയിലേക്കാണ്. ചെന്നൈയിലെ മറീന ബീച്ചിൽ മനീഷ് മൂർത്തിയുണ്ട്. മനീഷ്, അവിടെ ബസന്ത് നഗർ, മറീന ബീച്ച്, എലിയോട്ട്, ഇവിടെയൊക്കെ ഈ ആളുകൾക്ക് ബീച്ചിനോട് അഭിമുഖമായി വന്ന് ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള അത്തരത്തിലുള്ള ആഘോഷം വേണ്ട എന്ന് തന്നെയല്ലേ പോലീസ് പറയുന്നത്? ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്? കൃഷ്ണ ബീച്ചിനടുത്തേക്ക്, കടലിനടുത്തേക്ക് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ ബീച്ചിൻ്റെ ഈ മണൽപ്പരപ്പുകളിലൊക്കെ ആളുകൾക്ക് എത്തിച്ചേരാവുന്ന തരത്തിലാണ് എന്തായാലും നിയന്ത്രണങ്ങൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ തന്നെ ഇവിടേക്ക് ഇങ്ങോട്ട് വാഹനങ്ങളൊക്കെ കടത്തി വിടാത്ത തരത്തിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പോലീസ് ഈ ഒരു സമയത്ത് തന്നെ. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ മറീന ബീച്ചിൽ അത്യാവശ്യം ആളുകളുണ്ട്. ഇവരൊക്കെ എത്ര സമയം വരെ ഇവിടെ അലോ ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രധാനമായും അവിടെ DGP ഓഫീസിന് സമീപം ഒക്കെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആളുകൾക്ക് എത്തിച്ചേരാനുള്ള കാര്യങ്ങൾ അവിടെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഈ കടൽക്കരയിലേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നില്ല. പക്ഷേ എന്തായാലും ഇത്തവണ അത്ര കടുത്ത നിയന്ത്രണങ്ങൾ എന്തായാലും പോലീസ് ഏർപ്പെടുത്തിയിട്ടില്ല. പോലീസ് പറയുന്നത് 1 മണി വരെ എല്ലായിടത്തും ഈ കൂട്ടമായുള്ള ആഘോഷങ്ങൾക്ക് പെർമിഷനുണ്ട്. പക്ഷേ അതീവ സുരക്ഷയിലാണ്, അതീവ ജാഗ്രതയിൽ തന്നെയാണ് പോലീസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ വരുമ്പോൾ കാര്യമായുള്ള ആളുകളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വൈകുന്നേരം ഈ ഒരു സമയമാകുമ്പോഴേക്കും അത്യാവശ്യം ആളുകളൊക്കെ ഇവിടേക്ക് എത്തിത്തുടങ്ങുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും 6 മണിക്കൊക്കെ ശേഷമാകുമ്പോഴേക്കും സാധാരണ നിലയിൽ ഇവിടെ ആളുകൾ ഉണ്ടാവാറുണ്ട്. മറീന ബീച്ചിൽ സ്വാഭാവികമായും ഞായറാഴ്ചയാണ്. പക്ഷേ എന്തായാലും ന്യൂ ഇയറിൻ്റെ ഒരു കൂട്ടമൊന്നും അല്ലെങ്കിൽ അത്ര അധികം ആളുകളൊന്നും നിലവിൽ എന്തായാലും ഇവിടെ ഇല്ല. കുടുംബമായും അല്ലെങ്കിൽ സുഹൃത്തുക്കളും ഒക്കെയായി വരുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതീവ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ചെന്നൈ നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. 18,000 പോലീസുകാർ, 1,500 ഹോം ഗാർഡ്, അങ്ങനെ അത്രയും അധികം ആളുകളുടെ സെക്യൂരിറ്റി എന്തായാലും ചെന്നൈ നഗരത്തിലുണ്ട്. പ്രധാനമായും പബ്ബുകൾ, അതുപോലെ തന്നെ റിസോർട്ടുകളൊക്കെ കേന്ദ്രീകരിച്ച്, റെസിഡൻസ് അസോസിയേഷനുകൾ കേന്ദ്രീകരിച്ചൊക്കെ പുതുവത്സരാഘോഷം നടക്കുന്നുണ്ട്. കർശനമായ നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ലഹരിയുടെ ഉപയോഗമാണ് ഏറ്റവും പ്രധാനമായും പോലീസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക, മദ്യപിച്ചോ അല്ലെങ്കിൽ മറ്റ് ലഹരികൾ ഉപയോഗിച്ചോ വാഹനം ഓടിക്കുന്നവർക്കെതിരെ അതികർശനമായ നടപടി ഉണ്ടാകും. വാഹനങ്ങൾ പിടിച്ചടക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് പോകുമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണ് എന്തായാലും ചെന്നൈയിലെ ആഘോഷങ്ങൾ. കൃഷ്ണനെ സൂചിപ്പിച്ചതുപോലെ മറീന ബീച്ച്, അതുപോലെ തന്നെ ബസന്ത് നഗർ, നീലങ്കര, തിരുമാൻമിയൂർ, ഇങ്ങനെ ഈ 4 ബീച്ചുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഒരു പൊതുസ്ഥലത്ത് നടക്കുന്ന പുതുവത്സരാഘോഷങ്ങൾ എന്ന് പറയുന്നത്. ഈ 4 ബീച്ചുകൾ കേന്ദ്രീകരിച്ചാണ്. ബാക്കി മറ്റിടങ്ങളിലുണ്ട്. അത് ഇൻസൈഡ് ആയിട്ടുള്ള പലയിടങ്ങളിലും റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ പല ഓഡിറ്റോറിയങ്ങളിലും ഒക്കെ പരിപാടികൾ നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. അവിടങ്ങളിലൊക്കെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. 420 ഇടങ്ങളിലാണ് പരിശോധന ഉണ്ടാവുക. പോലീസ് മാത്രമല്ല, വൈകുന്നേരം രാത്രി 10 മണിക്ക് ശേഷം എല്ലാ മേൽപ്പാലങ്ങളും ക്ലോസ് ചെയ്യും. അതുപോലെ തന്നെ സർവീസ് റോഡുകളെല്ലാം തന്നെ ക്ലോസ് ചെയ്യും. രാവിലെ 6 മണി വരെയാണ് ഈ നിയന്ത്രണം ഉണ്ടാവുക. പ്രധാന ശാലയിലൂടെ മാത്രം സഞ്ചരിച്ചാൽ മതി, വാഹനങ്ങൾ പോയാൽ മതി എന്നുള്ള കൃത്യമായ നിർദ്ദേശം പോലീസ് നൽകുന്നു. ഈ പ്രധാന ശാലകളിലെല്ലാം തന്നെ 420 ഇടങ്ങളിൽ പരിശോധനാ കേന്ദ്രങ്ങളുമുണ്ട്. മാത്രമല്ല 25 സംഘങ്ങൾ, 25 പെട്രോളിംഗ് സംഘങ്ങൾ നഗരത്തിൽ രാത്രി മുഴുവനും രാവിലെ വരെ പെട്രോളിംഗ് നടത്തുമെന്നുള്ളതും പോലീസ് പറയുന്നു. ഈ ബാറുകൾക്ക്, പബ്ബുകൾക്ക്, അതുപോലെ തന്നെ മറ്റ് റിസോർട്ടുകൾക്കെല്ലാം തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട്. ഈ നിർദ്ദേശങ്ങൾ ഏതെങ്കിലും തരത്തിൽ ലംഘിക്കപ്പെട്ടാൽ അവിടെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും പോലീസ് പറയുന്നു. എന്തായാലും ഇതാണ് ചെന്നൈയിലെ ഒരു പുതുവത്സരാഘോഷത്തിൻ്റെ അല്ലെങ്കിൽ അത്തരം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. മറ്റിടങ്ങളിലും ഈ സമാനമായ രീതിയിലാണ്. കോയമ്പത്തൂർ ആണെങ്കിലും അതുപോലെ സേലം തുടങ്ങിയ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ജില്ലകളിലെല്ലാം തന്നെ, ജില്ലാ ആസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇത്തരം സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാകും പുതുവത്സരാഘോഷം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കി. ഇവിടേക്ക് ഇനിയും ധാരാളം ആളുകൾ എത്തിച്ചേരും. ഒരുപക്ഷെ ഈ മണൽപ്പരപ്പിൽ തന്നെയായിരിക്കും ഇത്തവണ പുതുവത്സരാഘോഷം നടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാഹനങ്ങൾ എത്തുന്നത്, ഇപ്പോൾ ലൈറ്റ് ഹൗസിനടുത്തേക്കൊക്കെ വാഹനങ്ങൾ എത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മറീന ബീച്ചിനടുത്തേക്ക് വാഹനങ്ങൾ എത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലൂടെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളൊക്കെ ഒരുപക്ഷെ അല്പസമയം കഴിയുമ്പോഴേക്കും പോലീസ് പൂർണ്ണമായും തന്നെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. മെട്രോയുടെ ജോലികൾ നടക്കുന്നു, അതുകൊണ്ട് തന്നെ മറ്റ് റെസ്ട്രിക്ഷൻസ് അവിടെയുണ്ട്. ആ ഭാഗങ്ങളിലേക്കൊന്നും തന്നെ സാധാരണ ആളുകൾക്ക് പോകാനായി സാധിക്കില്ല. അപ്പോൾ വളരെ ചുരുങ്ങിയ ഇടമാണ് എങ്കിൽ കൂടിയും ധാരാളം ആളുകൾ എത്തുമെന്ന് പോലീസിന് വളരെ കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തായാലും ഇവിടെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി. ഹാപ്പി ന്യൂ ഇയർ ടു യു, മനീഷ് മൂർത്തി.